രാജസ്ഥാൻ റോഡ് ട്രിപ്പ് സീരീസിലെ ഡേ 9 അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ജയ്സൽമേരിലെയും ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകളും ഭക്ഷണവും ആസ്വദിക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുവാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച ഹോട്ടലിൽ നിന്നും തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു. അവരുടെ റൂഫ് ടോപ്പിൽ നിന്നും ഫോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചു നേരം അവിടെ പോയി ഇരുന്ന് ഫോട്ടോസും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി. ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വരെ ഡ്രൈവ് ചെയ്യാനായിരുന്നു. ഏകദേശം 150 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അതിനായി ടാനോട്ട് എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും ആർമിയുടെ കയ്യിൽ നിന്നും ഒരു ബോർഡർ പാസ് എടുക്കണം. ഏകദേശം 9 മണിയായപ്പോൾ റൂമിൽ നിന്നും ഇറങ്ങി. അവിടെ എത്താൻ 2 മണിക്കൂറാണ് ഗൂഗിൾ മാപ്സിൽ കാണിച്ച സമയം. നല്ല ഡ്രൈവായിരുന്നു. കുറച്ച് രാംദിയോറ തീർത്ഥാടകരും ആർമി ട്രക്കുകളും ഒഴിച്ചാൽ ട്രാഫിക് ഒട്ടും തന്നെയില്ല. ചുറ്റും മരുഭൂമി, അതിൻ്റെ നടുവിലൂടെ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഹൈവേ. ഇഷ്ടമുള്ള പാട്ടുകളും ഇട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ റൂട്ടിൽ. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു രസകരമായ സ്പോട്ടിലെത്തി. കാറ്റടിച്ച് മരുഭൂമി ഹൈവേ റീക്ലെയിം ചെയ്തെടുക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ പീരിയോഡിക് മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ നല്ലൊരു കാറ്റടിച്ചാൽ റോഡില്ലാണ്ടാവും. കുറച്ചു നേരം അവിടെ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് യാത്ര തുടർന്നു. താനോട്ട് എന്ന സ്ഥലം എത്താറായപ്പോൾ 2 പിള്ളേർ ഒട്ടകവുമായി നിൽക്കുന്നത് കണ്ട് അവിടെ വണ്ടി നിർത്തി. ക്യാമൽ റൈഡിനായി ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്നവരാണിവർ. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഈ ചൂടിൽ ഒട്ടകവുമായി നടക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെ. 11:30 ആയപ്പോൾ താനോട്ട് എന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്നും ഒരു പാസ് എടുത്താലേ ബോർഡറിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. BSF ആണ് അത് മാനേജ് ചെയ്യുന്നത്. വണ്ടി ഏതാണ്, എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കി അവർ പാസ് ഇഷ്യൂ ചെയ്യും. അതും മേടിച്ച് ബോർഡറിലോട്ട് യാത്ര തുടർന്നു. പിന്നെ ഒരു 20 കിലോമീറ്റർ നോ മാൻസ് ലാൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒട്ടകവും കഴുതകളും ആടുകളും അല്ലാതെ ആരെയും നമ്മൾ അവിടെ കണ്ടില്ല. ഈ ഭാഗത്ത് റേഞ്ചുമില്ലായിരുന്നു. ബോർഡറിൻ്റെ അടുത്ത് ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു. ഈ വാച്ച് ടവറിൽ നിന്നും വെറും 200 മീറ്റർ അകലെയാണ് പാകിസ്ഥാൻ. ടെറേനിൽ ഒരു മാറ്റവും ഇല്ലെങ്കിലും ഒരു മാൻ മെയ്ഡ് ബോർഡർ ആ സ്ഥലത്തും നമ്മുടെ മനസ്സിലും ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. കുറച്ചു നേരം കൂടി അവിടെ നിന്ന് ഫോട്ടോസും എടുത്ത് അവിടെ നിന്ന് മടങ്ങി. തിരിച്ചു വരുന്ന വഴി സാൻഡ് ഡ്യൂൺസ് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം ഉസ്താദ് ഹോട്ടലിലെ പാട്ടും കേട്ട് അവിടെ റെസ്റ്റ് എടുത്തു. ഈ ആംബിയൻസിൽ ഈ പാട്ട് കേൾക്കുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. കുറച്ച് മുന്നിലെത്തിയപ്പോൾ മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കാണാനുമുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇതെല്ലാം ആസ്വദിച്ച് റൂമിലെത്തിയപ്പോൾ സമയം 3 മണി. ഇന്നലെ താമസിച്ച മുഷ്താഷ് എന്ന ഹോട്ടലിൽ തന്നെ റൂം എക്സ്റ്റെൻഡ് ചെയ്ത് മേടിച്ചു. ആദ്യം ഫോർട്ടിലെ ഏതെങ്കിലും ഹോം സ്റ്റേയിൽ താമസിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അതെല്ലാം പോയി നോക്കിയപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് മിക്കതും അണ്ടർ റെനോവേഷൻ ആയിരുന്നു. റൂമിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഫോർട്ടിൻ്റെ ഭാഗത്തോട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ഭാങ് ഷോപ്പ് കണ്ടു. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത സ്ഥലമായതുകൊണ്ട് കൗതുകം തോന്നി അവിടെ ഒന്ന് കയറി. ഭാങ് മിക്സ് ചെയ്ത പലതരം ലസ്സികളും കുക്കീസും ചോക്ലേറ്റും ഇവിടെ അവൈലബിൾ ആണ്. മിസ്റ്റർ ഭാങ് എന്നാണ് ഇയാൾ ഇവിടെ അറിയപ്പെടുന്നത്. അവരുടെ ടാഗ്ലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫുൾ പവർ 24 അവർ. അങ്ങേരോട് സംസാരിച്ചപ്പോൾ പല സെലിബ്രിറ്റീസും ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ സിനിമാ നടൻ നാസറിനോടൊപ്പമുള്ള ഫോട്ടോ ഒക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. നാളെ ജയ്പൂരിലേക്ക് ലോങ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഏർലി ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ഥാലി കഴിച്ച കനിഷ്ക റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നിന്നും ഒരു കേർ സാംഗ്രിയും ബാജറ റോട്ടിയും കഴിച്ച് ഡേ റാപ്പ് ചെയ്തു. നാളെ ഇനി രാജസ്ഥാനിൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലേക്ക്. ഹവാമഹൽ കാണണമെന്നുള്ളത് വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഇതുവരെ ഫോട്ടോകളിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. നേരിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്.